ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോണ്ട്. എന്താണ് ബോണ്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബോണ്ടിൻ്റെ ടൈപ്സുമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എന്താണ് ബോണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. എ ഡെബ്റ്റ് സെക്യൂരിറ്റി ജനറലി ഇഷ്യൂഡ് ബൈ എ കമ്പനി ഓ മുനിസിപ്പാലിറ്റി ഓ ഗവൺമെൻറ് ഏജൻസി, അല്ലേ? ഒരു ഗവൺമെൻറ് ഏജൻസിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് കമ്പനിയോ ഇഷ്യൂ ചെയ്യുന്ന ഡെബ്റ്റ് സെക്യൂരിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെബ്റ്റ് സെക്യൂരിറ്റി വെൻ ദ ഡെബ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഡെബ്റ്റ് സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് ഓർഗനൈസേഷൻ ദേ ആർ കാൾഡ് ബോണ്ട്. ഒരു പബ്ലിക് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഇഷ്യൂ ചെയ്യുന്ന ഡെബ്റ്റ് സെക്യൂരിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് എന്ന് പറയുന്നത്. വെൻ സച്ച് സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് പ്രൈവറ്റ് സെക്ടർ ദേ ആർ കോൾഡ് ഡിബെഞ്ചർ. ഒരു കോർപ്പറേറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആണ് ഒരു ഡെബ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഡിബെഞ്ചർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ, ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് പബ്ലിക് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുക. അഥവാ കോർപ്പറേറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറാണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ. എന്താണ് പാർ വാല്യൂ എന്നുള്ളത്? ഇറ്റ് റെഫേഴ്സ് ടു ദി വാല്യൂ സ്റ്റേറ്റഡ് ഓൺ ദി ഫേസ് ഓഫ് ദി ബോണ്ട്, അല്ലേ? ആ ബോണ്ടിൻ്റെ ഫേസിൽ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഫേസ് വാല്യൂ ഓഫ് ദി ബോണ്ട്. Okay, which show the amount of principal, which show the amount which the company or government body promises to pay at the time of maturity. ആ ഒരു മെച്യൂരിറ്റി പീരീഡിൽ ആ കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് ആ ഒരു ബോണ്ട് ഹോൾഡർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? പാർ വാല്യൂ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രിൻസിപ്പൽ ദാറ്റ് എ ബോണ്ട് ഹോൾഡർ വിൽ റിസീവ് അറ്റ് മെച്യൂരിറ്റി. ഒരു ബോണ്ട് ഹോൾഡർ ആ ഒരു ബോണ്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ റിസീവ് ചെയ്യുന്ന കിട്ടുന്ന എമൗണ്ടിനെ, പ്രിൻസിപ്പൽ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കൂപ്പൺ റേറ്റ്. ഓക്കെ, കൂപ്പൺ റേറ്റ് ഈസ് നത്തിങ് ബട്ട് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേബിൾ ടു ദി ബോണ്ട് ഹോൾഡർ. ആ ബോണ്ട് ഹോൾഡർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് മെച്യൂരിറ്റി ഡേറ്റ്. ഓക്കെ, മെച്യൂരിറ്റി ഡേറ്റ് ആണ് മൂന്നാമത്തെ ഫീച്ചർ. ദ ടൈം സ്പെസിഫൈഡ് ഇൻ ദ ബോണ്ട് ഈസ് കാൾഡ് മെച്യൂരിറ്റി ഡേറ്റ്, അല്ലേ? എന്താണ് ആ ഒരു ബോണ്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡേറ്റിനെയാണ് എന്ത് പറയുന്നത്? മെച്യൂരിറ്റി ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം സ്പെസിഫൈഡ് ഇൻ ദ ബോണ്ട്. ഓക്കെ, ആ ഒരു ബോണ്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡേറ്റിനെയാണ് എന്ത് പറയുന്നത്? മെച്യൂരിറ്റി ഡേറ്റ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്. എന്താണ് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുന്ന ഡേറ്റ്. ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുന്ന ഡേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡേറ്റ് അറ്റ് വിച്ച് ദ ബോണ്ട് ഗെറ്റ് മെച്യൂർഡ്. ആ ബോണ്ട് മെച്യൂർഡ് ആവുന്ന ഡേറ്റിനെയാണ് എന്ത് പറയുന്നത്? മെച്യൂരിറ്റി ഡേറ്റ്. ആൻഡ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് പെയ്ഡ് ടു ദി ബോണ്ട് ഹോൾഡർ. ആ ഡേറ്റിൽ എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ എമൗണ്ട് ബോണ്ട് ഹോൾഡർക്ക് കൊടുക്കും. ദെൻ ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇൻവെസ്റ്റർ ക്യാൻ ഇവാലുവേറ്റ് ഡിഫാൾട്ട് റിസ്ക് ഓഫ് ബോണ്ട് ബൈ ചെക്കിംഗ് ദ റേറ്റിംഗ് ഇറ്റ് ഹാസ് ബീൻ ഗിവൺ ബൈ റേറ്റിംഗ് ഏജൻസി. ഓക്കെ, ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം? അത് ആ ഒരു ബോണ്ടിൻ്റെ ഡിഫാൾട്ട് റിസ്ക്, ഓക്കെ, ആ റീപേയ്മെൻറ്റ്, ഇൻട്രസ്റ്റിൻ്റെ റീപേയ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ റീപേയ്മെൻറ്റിൽ എന്തെങ്കിലും ഫെയിലിയർ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാം ബൈ ചെക്കിംഗ് ദ റേറ്റിംഗ്. ആ ഒരു ബോണ്ടിൻ്റെ റേറ്റിംഗ് ചെക്ക് ചെയ്യുന്നതിലൂടെ. ഇറ്റ് ഹാസ് ബീൻ ഗിവൺ ബൈ റേറ്റിംഗ് ഏജൻസി. റേറ്റിംഗ് ഏജൻസി മൂഡീസിനെ പോലുള്ളതൊക്കെ റേറ്റിംഗ് ഏജൻസികൾ നൽകിയിട്ടുള്ള റേറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റർക്ക് ആ ഒരു ബോണ്ടിൻ്റെ ഡിഫാൾട്ട് റിസ്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ബോണ്ട് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ഇൻവേഴ്സ്ലി വിത്ത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിന്
കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ബോണ്ട് പ്രൈസിൽ കുറവ് വരും. ഓക്കെ, ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് കുറയുന്നതിനനുസരിച്ച് ബോണ്ട് പ്രൈസിൽ എന്ത് വരും, ഏറ്റക്കുറച്ചിൽ വരും. ഓക്കെ, അതാണ് ഇൻവേഴ്സ് റിലേഷനാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കുറയും. എങ്ങനെയാണ് കുറയുന്നത്? മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ബോണ്ടിൽ ഒരു സ്പെസിഫൈഡ് റേറ്റാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ. അതിനാട്ടിൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ബോണ്ട് വിറ്റിട്ട് അത് വാങ്ങാൻ നോക്കും ഇല്ലേ. മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ള ഐറ്റംസ് വാങ്ങാൻ നോക്കുമ്പോൾ ഈ ഒരു ബോണ്ട് വിൽക്കാൻ റെഡിയാകും ആൾക്കാർ. അത് മാർക്കറ്റിൽ ഈ ഒരു ബോണ്ടിൻ്റെ അവൈലബിലിറ്റി, സപ്ലൈ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സപ്ലൈ കൂടിയാൽ എന്ത് ചെയ്യും, പ്രൈസ് കുറയും. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ മാർക്കറ്റിൽ ബോണ്ടിൻ്റെ പ്രൈസ് കുറയുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ ബോണ്ട് പ്രൈസും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. ദെൻ 6th, ദ ഇഷ്യൂവർ. ഇറ്റ് ഈസ് ദ എൻറ്റിറ്റി ഹു ബോറോ ദ മണി ബൈ ഇഷ്യൂയിങ് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് ആരാണോ ക്യാഷ് ബോറോ ചെയ്യുന്നത് അവരെയാണ് എന്ത് പറയുന്നത്, ഇഷ്യൂവർ. ആൻഡ് ഡ്യൂ ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ ഇൻ ഡ്യൂ കോഴ്സ്. ആ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ആ ക്യാപിറ്റലും ഒക്കെ അതിനനുസരിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാർ, റീപേ ചെയ്യുന്ന ആൾക്കാർ. നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. എന്താണ് ഗവൺമെൻറ് ബോണ്ട് ആർ മോർ സെക്യൂർ ദാൻ കോർപ്പറേറ്റ് ബോണ്ട് അല്ലേ. കോർപ്പറേറ്റ് ബോണ്ടിനെക്കാട്ടിലും ഗവൺമെൻറ്റിൻ്റെ ബോണ്ടാണ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂവർ ഗവൺമെൻറ് ആയാലാണ് എന്തുള്ളത്, ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിട്ടുള്ളത്. ഇനി ടൈപ്സ് ഓഫ് ബോണ്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതൊക്കെ ടൈപ്സാണ് ബോണ്ട് ഉള്ളത്, ഏതൊക്കെ ബോണ്ടുകളാണ് ഉള്ളത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, സീറോ കൂപ്പൺ ബോണ്ട് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഈ ഒരു സീറോ കൂപ്പൺ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ആൻഡ് റീപെയ്ഡ് അറ്റ് ഫേസ് വാല്യൂ. എന്താണ്, ആ ഫേസ് വാല്യൂവിന് റീപേ ചെയ്യും. നോ പീരിയോഡിക് ഇൻട്രസ്റ്റ്, എന്തില്ല, പീരിയോഡിക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ബോണ്ടുകളെയാണ് എന്ത് പറയുന്നത്, സീറോ കൂപ്പൺ ബോണ്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ ബയർ ഓഫ് ദീസ് ബോണ്ട് റിസീവ്സ് ഓൺലി വൺ പേയ്മെൻറ്റ്. ആ ഒരു ബോണ്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡിലാണ് എന്ത് കിട്ടുക, ഈ ഒരു ബോണ്ട് ഹോൾഡർക്ക് അല്ലേ, ബോണ്ട് വാങ്ങിയ ആൾക്കാർക്ക് എമൗണ്ട് കിട്ടുക. ആ ഒറ്റ പേയ്മെൻറ്റിലാണ് എന്ത് കിട്ടുക, എമൗണ്ട് കിട്ടുക. ഇത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുക. ആൻഡ് റെഡീംഡ് അറ്റ് പാർ, ആ പാർ വാല്യൂവിലാണ് എന്ത് ചെയ്യുക, റെഡീം ചെയ്യുക. ഇപ്പോൾ ഒരു 100 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഒരു 75 റുപ്പീസിനാണെന്നുണ്ടെങ്കിൽ 100 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ളൊരു ബോണ്ട് 75 റുപ്പീസിനാണ് ഇഷ്യൂ ചെയ്യുന്നത്, 25% ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര പീരീഡ് എന്നുള്ളത് ആ ഒരു മെച്യൂരിറ്റി പീരീഡിലാണ് എന്ത് ചെയ്യുക, ആ ഒരു 100 റുപ്പീസ് കിട്ടുക. 75 റുപ്പീസിന് ഇത് വാങ്ങിയാൽ എത്രയാണോ മെച്യൂരിറ്റി പീരീഡ്, ആ ഒരു മെച്യൂരിറ്റി പീരീഡിൽ ഈ ഒരു ബോണ്ട് വാങ്ങിയ ആൾക്കാർക്ക് എത്ര കിട്ടും, ആ ഒരു 100 റുപ്പീസ് കിട്ടും. ഒരു പീരിയോഡിക്കലായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതിന്. സീറോ കൂപ്പണാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല, പീരിയോഡിക്കലായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇതിനില്ല. ആ ഒരു മെച്യൂരിറ്റി പീരീഡ് എന്നാണോ ആവുന്നത് അന്ന് ആ ഒരു ഫേസ് വാല്യൂ 100 റുപ്പീസ് കിട്ടും. ആ ഒരു ഡിഫറൻസ് ആയിരിക്കും എന്തുണ്ടാവുക, ഡിസ്കൗണ്ടിന് വാങ്ങിയിട്ട് ആ ഒരു പാറിന് റെഡീം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിഫറൻസാണ് ഇവരെ മെച്ചം, റിട്ടേൺസ്. സെക്കൻഡ്, ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. എന്താണ്, ഡിസൈൻ ടു മീറ്റ് ലോങ് ടൈം ഫണ്ട് റിക്വയർമെൻറ്റ് ഓഫ് ദ ഇഷ്യൂവർ. ആ ബോണ്ട് ഇഷ്യൂവറെ ലോങ് ടൈം ഫണ്ട് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഉള്ളത്. പ്രൊവൈഡിങ് അറ്റ് ഡീപ്പ് ഡിസ്കൗണ്ട് ഓൺ ഫേസ് വാല്യൂ. എന്താണ്, ആ ഫേസ് വാല്യൂമേൽ ഡീപ്പ് ഡിസ്കൗണ്ട്, നല്ല ഡിസ്കൗണ്ട് ആയിരിക്കും എന്തുണ്ടാവുക ഇതിന് കൊടുക്കുക. ഇത് കാര്യമായിട്ട് ഇഷ്യൂ ചെയ്യൽ 30 ഇയേഴ്സിനാണ്, 25 മുതൽ 30 വർഷം വരെയൊക്കെയുള്ള കാലാവധിക്കാണ് ഇത്തരത്തിലുള്ള ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. IDBI ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 1 lakh ഫേസ് വാല്യൂ, 1 lakh റീപേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബോണ്ട് 25 വർഷത്തേക്ക്. അതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ്
സോൾഡ് അറ്റ് അല്ലേ ഡിസ്കൗണ്ടിന് സെല്ല് ചെയ്തിട്ടുള്ളത് 2700 രൂപക്കാണ്. അപ്പം ബോണ്ട് ഹോൾഡർ 2700 രൂപക്ക് വാങ്ങിയിട്ടുള്ള ആ ഒരു ബോണ്ട് 25 വർഷത്തിന് ശേഷം അത് അവിടെ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എത്തിയാൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള IDBI എത്ര കൊടുക്കും ഇവർക്ക്? 1 lakh rupees തിരിച്ചു കൊടുക്കും. ഓക്കെ, 1 lakh റുപ്പിയാണ് ഫേസ് വാല്യൂ ഉള്ളത്. ഡിസ്കൗണ്ട് പരിഗണിച്ചിട്ട് 2700 രൂപക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് സോൾഡ് ചെയ്തിട്ടുള്ളത് 2700 രൂപക്കാണ്. ബാക്കിയുള്ള എമൗണ്ടൊക്കെ ഡിസ്കൗണ്ടാണ്. എത്ര? 97,300 രൂപ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത്. അപ്പോൾ 2700 റുപ്യക്കാണ് അത് ബോണ്ട് ഹോൾഡർ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് റെഡീം ചെയ്യുന്ന സമയത്ത് 1 lakh rupees, ആ 25ാമത്തെ കൊല്ലം 1 lakh rupees ഈ ഒരു ബോണ്ട് ഹോൾഡർക്ക് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ട് എന്താണ്? ആ 97,300 രൂപയാണ് ബോണ്ട് ഹോൾഡർക്കുള്ള റിട്ടേൺ. ഇതാണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. പിന്നെ കൺവേർട്ടിബിൾ ബോണ്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? അത് നേരെ ഇക്വിറ്റിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗിവ് ഓപ്ഷൻ ടു കൺവേർട്ട് ബോണ്ട് ടു ഇക്വിറ്റിയിലേക്ക് എന്ത് ചെയ്യാം? ആ ഒരു ബോണ്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ കാളബിൾ ആൻഡ് പുട്ടബിൾ ബോണ്ട്. ഒരു നിശ്ചിത പീരീഡിന് ശേഷം, കാളബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത പീരീഡിന് ശേഷം ഒരു നിശ്ചിത റേറ്റിൽ മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് തന്നെ കേട്ടോ, മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് ഒരു നിശ്ചിത പീരീഡിന് ഒരു നിശ്ചിത ഡേറ്റിന് ഒരു നിശ്ചിത പ്രൈസിന് എന്ത് ചെയ്യാം? ആരാണോ ബോണ്ട് ഇഷ്യൂ ചെയ്തത് ആ ഇഷ്യൂ ചെയ്ത ആൾ ആരാണോ വാങ്ങിയ ആളിൽ നിന്ന് തിരിച്ച് വാങ്ങാനുള്ള റൈറ്റുള്ള ബോണ്ടുകളാണ് കോളബിൾ ബോണ്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ പുട്ടബിൾ ബോണ്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ബോണ്ട് ഹോൾഡർക്കുള്ള അവകാശമാണിത്. ആ വാങ്ങിയ ബോണ്ട് ഹോൾഡർ വാങ്ങിയ ബോണ്ട് ആ മെച്യൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുമ്പ് ഒരു നിശ്ചിത ഡേറ്റിന് ഒരു നിശ്ചിത പ്രൈസിന് തിരിച്ച് കൊടുക്കാനുള്ള, ആ ഇഷ്യൂവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള അവകാശമുള്ള ബോണ്ടുകളെയാണെന്ന് പറയുന്നത് പുട്ടബിൾ ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡീപ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദിസ് ഈസ് എ ഫീച്ചർ ഗിവ് എ ബോണ്ട് ഇഷ്യൂ ടു റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു റെഡീം ഹിസ് ഇഷ്യൂ ഓഫ് ബോണ്ട് ബിഫോർ ദി ബോണ്ട് മെച്യൂരിറ്റി അറ്റ് പ്രീഡിറ്റർമിൻഡ് പ്രൈസ് ആൻഡ് ഡേറ്റ്. ആ ഒരു ബോണ്ട് മെച്യൂരിറ്റീൻ്റെ മുമ്പ്, മെച്യൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുമ്പ് ഒരു പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള, ഓൾറെഡി മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പ്രൈസിനും ഡേറ്റിനും എന്താണ്, ആ ബോണ്ട് ആരാണോ ഇഷ്യൂ ചെയ്തത് ആ ഇഷ്യൂ ചെയ്ത ആൾക്കുള്ള അവകാശമാണ് ഇവിടെ പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാം? ആരാണോ ബോണ്ട് വാങ്ങിയത് അവരെ അടുത്തുനിന്ന് തിരിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ഒരു കമ്പനി ഒരാൾക്ക് വിറ്റണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരു നിശ്ചിത ടൈമിൽ ഒരു നിശ്ചിത പ്രൈസിൽ ആ മെച്യൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ബോണ്ട് ഹോൾഡർ അടുത്തുനിന്ന് തിരിച്ചു വാങ്ങാനുള്ള അവകാശമുള്ള ബോണ്ടുകളാണ് ബോണ്ട് വിത്ത് കോൾ ഓപ്ഷൻ. ദെൻ ബോണ്ട് വിത്ത് പുട്ട് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയർക്കുള്ള അവകാശമാണ്. ആരാണ് ബോണ്ട് വാങ്ങിയത് അവർക്കുള്ള അവകാശമാണ് ആ മെച്യൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുമ്പ് ഒരു നിശ്ചിത പ്രൈസിന് പ്രീഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നിശ്ചിത പ്രൈസിന് ഒരു നിശ്ചിത ഡേറ്റിൽ ആ ഒരു ബോണ്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള അവകാശം. ഓക്കെ, അങ്ങോട്ട് സെല്ലർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള അവകാശം. കോളബിൾ പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇഷ്യൂ ചെയ്തത് ആരാണോ അവർക്ക് ഈ ബോണ്ട് ഹോൾഡർ അടുത്ത് നിന്ന് തിരിച്ച് വാങ്ങാനുള്ള അവകാശമാണ്. ഇവിടെ എന്താണ്? പുട്ട് ഓപ്ഷനിൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള, വിൽക്കാനുള്ള അവകാശം. ഓക്കെ, ഇഷ്യൂവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള അവകാശം. ഇനി ഫോറിൻ ബോണ്ടാണ്. എ ബോണ്ട് ഈസ് ഇഷ്യൂഡ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് ബൈ എ ഫോറിൻ കൺട്രി. ഓക്കെ, എന്താണ്? ഒരു വിദേശ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ, ഒരു അമേരിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ അമേരിക്കൻ്റെ ബോണ്ടൊക്കെ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ബോണ്ടുകളൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അല്ലേ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ ഇന്ത്യൻ്റെ ബോണ്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഫോറിൻ ബോണ്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. റെഗുലേറ്റഡ് ബൈ ഡൊമസ്റ്റിക് മാർക്കറ്റ് അതോറിറ്റീസ്. ഓക്കെ, ദെൻ ഫിക്സഡ് റേറ്റ് ബോണ്ട്, otherwise known as straight bond, they carry a specified coupon which remain constant throughout its life. അല്ലെ, ആ ബോണ്ട് എത്ര കാലമുള്ളത് അതുവരെ, ഇപ്പോൾ 10 കൊല്ലം ആണ് ബോണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 കൊല്ലം വരെ ഒരു നിശ്ചിത
ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും അതിനുണ്ടാവുക, ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, ഫിക്സഡ് ആയിട്ടുള്ള കൂപ്പൺ റേറ്റ് ആയിരിക്കും എന്തിനുണ്ടാവുക, ആ ഒരു ബോണ്ടിനുണ്ടാവുക. അതിന് എത്ര കണ്ടീഷൻസ് എന്ത് ചെയ്താലും എന്തായാലും എന്തുണ്ടാവില്ല, അതിൽ മാറ്റം വരില്ല. ഓക്കെ, ഇനി ഇൻഫ്ലേഷൻ എങ്ങനെ ആയാലും പർച്ചേസിങ് പവർ, അതുപോലെ തന്നെ സാധാ നമ്മളെ പർച്ചേസ് പവറൊക്കെ, അല്ലെങ്കിൽ റേറ്റ് കൂടെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസോ അതൊന്നും ഇതിനെ ബാധിക്കില്ല. ഒരു നിശ്ചിത റേറ്റ് അല്ലെ ആ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, ആ ഒരു ബോണ്ടിൻ്റെ കാലാവധി തീരുന്നത് വരെ കിട്ടുള്ളൂ. അത്തരത്തിലുള്ള ബോണ്ടാണ് ഫിക്സഡ് റേറ്റ് ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.